2 മണിക്ക് പെയിൻ വന്നിട്ട് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ആളിവിടെ കരഞ്ഞോണ്ടാണ് ഇരിക്കുന്നത്. വീഡിയോ എടുക്കണോന്ന് ചിന്തിച്ചില്ല, പക്ഷെ വീഡിയോ എടുത്തത് തന്നെ. കാര്യം നമ്മുടെ ഈ ബുദ്ധിമുട്ടുകള് പുറത്ത് പലരും ഒക്കെ ഒന്ന് അറിയിട്ടെന്ന് തോന്നി. അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഏതെങ്കിലും ഗർഭിണികളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോ ഒരു മോട്ടിവേഷൻ ആയാലാ. അങ്ങേറ്റം വേദനയുണ്ട്, നടുവേദന. 10:30 മണിയപ്പോ എനിക്ക് തുടങ്ങിയതാണ് നടുവിന് കഴപ്പ്. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി. ഇന്നിപ്പോ നൈറ്റ് 10:30 ആയപ്പോഴത്തേക്ക് എനിക്ക് നടുവിന് കഴപ്പ് തുടങ്ങി. പിന്നെ അത് കുറയും കരുതി നിന്നു. എനിക്ക് രാത്രി വലിയ വിശപ്പില്ലായിരുന്നു, അപ്പൊ രാത്രി വലുതായിട്ട് ഞാൻ ഫുഡ് കഴിച്ചില്ല. എന്നിട്ട് പിന്നെ വയറ്, നമുക്ക് പീരീഡ്സിന്റെ ക്രാംസ് പോലെ എനിക്ക് വയറ് നല്ല കഴച്ചിറങ്ങി. പിന്നെ ഞാൻ കോൺട്രാക്ഷൻസ് കുറയ്ക്കാനുള്ള ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് എനിക്ക് നിർത്തി. കാര്യം 9 മന്ത് തുടങ്ങിയത് കൊണ്ട് ഇനിയിപ്പോ നോർമലി ഡെലിവറി ആവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഡോക്ടർ നിർത്തി. അപ്പം അതിന്റെ ആ ഗുളികയൊക്കെ നിർത്തിയപ്പോഴത്തേക്ക് ഇപ്പം കോൺട്രാക്ഷൻസ് ഇന്നിപ്പോ ഏകദേശം ഒരു 7 തവണ വന്നല്ലേ ഏട്ടാ? ഒരു 7 തവണ വന്നും പോയി കൂടി വരെയാണ്. അപ്പം പിന്നെ എക്സ്പെക്ട് ചെയ്യാത്ത ടൈമിൽ പെട്ടെന്ന് ഇങ്ങനെ പെയിൻ വന്നപ്പോഴത്തേക്ക്, എനിക്ക് ജനുവരിയിലാണ് ഡേറ്റ് പറഞ്ഞിരുന്നത്. പെട്ടെന്ന് പെയിൻ വന്നപ്പം ഈ വട്ടൻ്റെ എനിക്ക് വണ്ടിയിരുന്ന ഞാൻ പറഞ്ഞ് ഇത്തിരി അടി കൂടോന്നൊക്കെ ചോദിച്ചു എന്നോട്. കാര്യം എനിക്ക് വേദന എടുത്തിട്ട് എന്ത് ചെയ്യണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ടോട്ടലി വല്ലാത്തൊരു സ്റ്റേജ്. അപ്പൊ ഇനിയിപ്പൊ ആശുപത്രി പോയിക്കൊണ്ടിരിക്കയാണ്. ഡിസ്ചാർജ് ആയി വന്നതേ ഉള്ളൂ. അതിനിടയ്ക്കിടെ രാവിലെ ഒരു കുഴപ്പമില്ലായിരുന്നു. രാത്രി കിടക്കാറായപ്പോഴത്തേക്ക് വേദനകൾ തുടങ്ങി. അപ്പൊ എന്ത് വേദന ഉണ്ടെങ്കിലും അത് കൂടുതൽ നിൽക്കുകയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ അപ്പോഴേ എത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. രാത്രി 11 മണി തൊട്ട് 2 മണി വരെ നോക്കി, എന്നിട്ടും രക്ഷയൊന്നുമില്ല. പെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നുള്ളത് ഈ അവിടെ ചെന്നിട്ട്, ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അറിയാം. ഡോക്ടർ പറയും എന്താണ് കാര്യം. ഇനി പെയിൻ നോർമൽ പെയിൻ ആണോ, ഡെലിവറി പെയിൻ ആണോ ഒന്നും അറിയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. എനിക്ക് ഓൾറെഡി കോൺട്രാക്ഷൻസ് കുറെ ഗുളിക കഴിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ കഴിക്കുന്നില്ല, ഇന്നോട്ട് കഴിക്കുന്നില്ലായിരുന്നു. പിന്നെ എനിക്ക് പെയിൻ നോക്കിയപ്പോഴത്തേക്ക് ബേബിയുടെ മൂവ്മെന്റ്, ഫീറ്റൽ മൂവ്മെന്റില് പെയിനും കൂടെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് നല്ല അതിലെനിക്ക് പെയിൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് ഏതാണ് നമുക്ക് ആർക്കും അറിയില്ലല്ലോ. ഫസ്റ്റ് പ്രഗ്നൻസിയും കൂടെ ആയതുകൊണ്ട് നോ ഐഡിയ. പിന്നെ ഇപ്പൊ ഹോസ്പിറ്റലിൽ എത്താറായതുകൊണ്ട് സമാധാനമുണ്ട്. അപ്പൊ നമുക്ക് നീ എങ്ങനെയാണ് എനിക്ക് അറിഞ്ഞൂടാ. ഡെലിവറിക്ക് കയറ്റുവാണോ ഇല്ലയോ ഒന്നും അറിഞ്ഞൂടാ. ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറിനെ കണ്ട് അവര് പറയും. പിന്നെ എനിക്ക് ടെൻഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ചേട്ടനോട് പറയും, ചേട്ടാ ടെൻഷൻ അടിക്കരുത്, എനിക്കാണ് ടെൻഷൻ. അപ്പം ഹോസ്പിറ്റലിൽ എത്താറായി. അപ്പം ഇനിയിപ്പം കാണാം. ഡെലിവറി കഴിഞ്ഞിട്ടായിരിക്കും, അറിഞ്ഞൂടാ. ഹോസ്പിറ്റലിൽ അങ്ങനെ എത്തിയിട്ടുണ്ട്. എന്താവുന്നുള്ളതൊന്നും അറിഞ്ഞൂടാ. എന്തായാലും ലേബർ റൂമിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എന്താണെന്നുള്ളത് അവിടെ ചെക്ക് ചെയ്തിട്ടേ പറയുള്ളൂ. ഞാനിങ്ങനെ വെളിയിൽ വെയിറ്റിംഗ് ആണ്. എന്താണ് പറയുന്നതെന്നുള്ളത് നോക്കാം. ഏതായാലും നമ്മൾ ഡെലിവറിക്ക് വേണ്ടി തയ്യാറായി തന്നെ ഇങ്ങ് വന്നു. ഏകദേശം 12 മണിക്കൂർ ലേബർ റൂമിലിരുന്നെങ്കിലും പെയിൻ കാര്യമായിട്ട് വരാത്തതുകൊണ്ട് പിന്നെ തിരിച്ച് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇന്നലെ ഡിസ്ചാർജൊക്കെ ആയി വീട്ടിൽ പോയപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ബേബി വരും എന്നൊക്കെയുള്ള ഇതിൽ സന്തോഷിച്ചൊക്കെ പോയതാണ്. പക്ഷെ രാത്രിയായപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വേദന വന്നു, ആകെ സീനായി. രണ്ടുപേരും ടെൻഷൻ അടിച്ചു. ഇപ്പോൾ ഡെലിവറി ആവോ എന്നുള്ള ഇതിൽ പേടിച്ച് രാത്രി പറന്നടിച്ച് ഹോസ്പിറ്റലിൽ വന്ന് ലേബർ റൂമിൽ കയറ്റി. പക്ഷേ ലേബർ റൂമിൽ കയറ്റി
ഏകദേശം എത്ര മണിക്കൂറടി? 10-12 മണിക്കൂറല്ലേ? 12 മണിക്കൂറോളം കറക്റ്റ് ആയിട്ടുള്ള ലേബർ പെയിൻ ആണോ അല്ലേന്നൊന്നും അറിഞ്ഞുകൂടാ. സെർവിക്സ് ഫുൾ ഓപ്പൺ ആയില്ല. ഞാൻ ഇങ്ങനെ വെളിയിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇപ്പൊ വരും ബേബി, ഇപ്പൊ വരും. കുറച്ച് കഴിഞ്ഞപ്പോ ഡോക്ടറാണ് വന്നത്. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു പെയിനൊന്നും കറക്റ്റിനുള്ള പെയിൻ ആയിട്ടില്ല, സെർവിക്സ് ഓപ്പൺ ആയിട്ടില്ല, ഇനിയും സമയമുണ്ട്. അപ്പൊ ഇത് ഫ്രീ ടൈം ആയിട്ടുള്ള ലേബർ പെയിൻ മാത്രമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് ഇനിയും കുറച്ചുകൂടെ മെച്ചൂർ ആവാൻ സമയമുണ്ട്. 36 ആഴ്ചയല്ലേ ആയുള്ളൂ. ഇവിടെ അഡ്മിറ്റ് ആയിരിക്കും. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പൊ എന്തായാലും ബേബി വരാൻ ടൈം ആയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സൈഡിൽ കൂടെ കുറച്ച് സന്തോഷമായി, സമാധാനമായി. നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ജനുവരി 1 അല്ലെങ്കിൽ ആ ഒരു ഡ്യൂ ഡേറ്റ് ജനുവരി 15 തന്നിരിക്കുന്നതെങ്കിലും ജനുവരി 1 വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളും ഇരിക്കുന്നത്. ജനുവരി 1 തൊട്ട് അങ്ങോട്ട് പുതിയ വർഷത്തിൽ തന്നെ ജനിച്ച് വരണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. 37 ആഴ്ചക്ക് മുകളിലോട്ടൊക്കെ ആണെങ്കിൽ കറക്റ്റ് കുട്ടി NICയിലൊന്നും വെക്കാതെ അതിനും മെച്ചുവർ ആവാൻ പറ്റും. അമ്മയ്ക്കും ലേബർ പെയിനും കാര്യങ്ങളൊക്കെ വന്ന് ബർത്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒരു വലിയൊരു ടെൻഷൻ മാറി. ഇപ്പൊ റൂമിൽ പഴയ ഇന്നലെ ഡിസ്ചാർജ് ആയി അതേ റൂമിൽ തന്നെ തിരിച്ച് വീണ്ടും വന്നിട്ടുണ്ട്. വന്ന് ഇങ്ങനെ സമാധാനമായിട്ടിരിക്കുകയാണ്. ഇനി ബേബി എന്നാണ് വരുന്നതെന്നുള്ളത് നോക്കി ഹോസ്പിറ്റലിൽ തന്നെ കുറച്ച് നാളിങ്ങനെ പോവുകയാണ്. മൊത്തത്തില് ക്ഷീണിച്ച് അവശയായിട്ടിരിക്കുന്ന അപ്പു. മക്കളെ എന്തുണ്ട്? കയ്യിലൊക്കെ ട്രിപ്പ് കുത്തി. എങ്ങനെ ഉണ്ടായിരുന്നു ലേബർ റൂമിലെ എക്സ്പീരിയൻസ്? ലേബർ റൂമിലെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഇന്നലെ രാത്രി 10:30 ആയപ്പോഴത്തേക്ക് ഇത് കണക്ക് പെയിനും കാര്യങ്ങളൊക്കെ എനിക്ക് നടുവിനിങ്ങനെ കഴപ്പ് തുടങ്ങി. അപ്പം എന്താ അതങ്ങ് എന്നും മസാജ് ചെയ്ത് തരും ചെയ്തത്. അപ്പം മസാജൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്ക് വേദനയൊക്കെ മാറും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് വയറ്റിലോട്ട് കഴപ്പിറങ്ങി തുടങ്ങി. തൊടയെല്ലാം കൂടെ കഴച്ചു തുടങ്ങി. അപ്പൊ ഇവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ടൈമിൽ തന്നെ എനിക്ക് ഈ തൊടയുടെ അവിടെയൊക്കെ നല്ലപോലെ വെയിറ്റ് ഇറങ്ങുന്ന ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു കുഞ്ഞ് ഹെഡ് ഓൺ പൊസിഷൻ ആണ്, ഹെഡ് താഴോട്ട് ഇങ്ങനെ വരുന്നതാണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞു. അപ്പം വീട്ടിൽ ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ കുറച്ചേരം ഇങ്ങനെ പിടിച്ചെന്ന് നോക്കി. ഇത് കുറയുമായിരിക്കും എന്ന് പറഞ്ഞൊക്കെ മാക്സിമം പിടിച്ച് നോക്കി. പിന്നെ പൊസിഷൻ മാറി കിടന്നു നോക്കി. പിന്നെ ഒത്തിരി നേരം നടന്നു നോക്കി, വെള്ളം കുടിച്ചു നോക്കി. പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു. മസാജ് ചെയ്ത് നോക്കി, ഒന്നിലും ഒരു രക്ഷയില്ല. പിന്നെ ഭയങ്കരമായിട്ട് എനിക്ക് യൂറിനേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പൊ എല്ലാം കൂടെ ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരു സംശയമായിരുന്നു, ഇനി ഇത് ഡെലിവറി പെയിൻ ആണോ? അപ്പോൾ ഒരുപാട് ഫാൾസ് ലേബർ കോൺട്രാക്ഷനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് 5 മാസം കഴിഞ്ഞപ്പോൾ തൊട്ടേ ഏകദേശം 6-ാം മാസം തൊട്ടേ എനിക്ക് കോൺട്രാക്ഷൻസ് ഉണ്ട്. അപ്പൊ കോൺട്രാക്ഷൻസ് കൂടുതലായതുകൊണ്ട് തന്നെ ഡോക്ടർ എനിക്ക് അതിനുള്ള മരുന്ന് തരുന്നുണ്ടായിരുന്നു, ഗുളിക തരുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഡെലിവറിയൊക്കെ 9 മന്ത് സ്റ്റാർട്ട് ആയതുകൊണ്ട് ഇനി കോൺട്രാക്ഷൻസിന്റെ ഗുളിക കഴിക്കേണ്ട കാര്യം. ഇനി നോർമലി കോൺട്രാക്ഷൻസ് വരുന്ന ടൈമാണല്ലോ. അപ്പൊ ഇനി കോൺട്രാക്ഷൻസിന്റെ ഗുളിക കഴിക്കണ്ട. നോർമലി കോൺട്രാക്ഷൻ വരുമ്പോൾ പെയിൻ വരുമ്പോൾ പറയാൻ ഓൾറെഡി മാഡം പറഞ്ഞിരുന്നു. അപ്പൊ ഇന്നലെ നമ്മൾ സാധനങ്ങളെല്ലാം ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ വന്നപ്പോഴത്തേക്ക് അതൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം നമ്മളിപ്പം എന്താ ലേബറിനാണ് അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യാനായിട്ടാണ് വരുന്നതെന്നുള്ള ഒരു ഇതിലല്ലല്ലോ വരുന്നത്. കാര്യം എനിക്ക് UTI ആണോ ഇനി എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് അറിയത്തില്ല. ഒരു പക്ഷെ UTI കൂടിയതാണോ. അപ്പൊ രാത്രി ഞാനിവിടെ നമ്മള് കാറിൽ അപ്പഴേ വന്നപ്പോഴത്തേക്ക് ഞാൻ കരഞ്ഞ് വിളിച്ചൊക്കെ ആണെങ്കിൽ കാര്യം എന്നെ കൊണ്ട് പറ്റണില്ല. മാക്സിമം പറ്റണയാണെങ്കിൽ ഞാൻ പിടിച്ചിരിക്കും, പക്ഷെ എന്നെ കൊണ്ട് ഒട്ടും പറ്റണില്ലായിരുന്നു. അപ്പം ഡോക്ടർ വന്നിരുന്നു, ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടർ വന്നു. ഡോക്ടർ വന്നിട്ട് അപ്പഴേ ലേബർ റൂമിൽ കയറ്റിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യുമല്ലോ എന്താണെന്നുള്ള ചെക്ക് ചെയ്യുമല്ലോ. അപ്പം എനിക്ക് ആദ്യം തന്നെ ബേബിയുടെ മൂവ്മെന്റ് മറ്റേ NSG ചെയ്യാനായിട്ട് കയറിയപ്പോഴത്തേക്ക് പെയിന് എനിക്ക് കോൺട്രാക്ഷൻസ് വരുന്ന അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വീട്ടിൽ വെച്ച് തന്നെ എനിക്ക് വയറ് ഒരുപാട് അങ്ങനെ ടൈറ്റ് ആവുന്നു, ലൂസ് ആവുന്നു.
പിന്നെ കോൺട്രാക്ഷൻസ് ഒരുപാട് തവണ വന്നു, കഴപ്പ്. അപ്പം മൊത്തത്തിൽ ഒരു ലേബർ സിംറ്റം തോന്നി. അങ്ങനെയൊക്കെയല്ലേ നമുക്ക് അറിയത്തുള്ളൂ. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ മെഷീനിൽ ഒരുപാട് തവണ എനിക്ക് പെയിൻ ഇങ്ങനെ കാണിച്ചു. അപ്പം ഡോക്ടറിന്റെ അടുത്തൊക്കെ ഇങ്ങനെ മെയിൻ ഡോക്ടറിന്റെ അടുത്തൊക്കെ അറിയിച്ചു ഇങ്ങനെ ഈ കുട്ടിക്ക് കോൺട്രാക്ഷൻസ് കൂടുതലാണ്. അപ്പൊ അവര് ലേബറിന് വേണ്ടിയിട്ടുള്ള രീതിക്ക് തന്നെ അതിന്റെ പ്രൊസീജിയേഴ്സ് എനിമ വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊസീജിയേഴ്സ് ഒക്കെ അവർ ചെയ്തു. അപ്പം എനിക്ക് എനിമയും കൂടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ലേബർ പെയിൻ കുറച്ചും കൂടി എനിക്ക് കോൺട്രാക്ഷൻസ് കൂടി. അപ്പം ഏകദേശം ഒരു 8, 8:30, 9 മണി വരെയും എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഡോക്ടർ വന്നു. ആദ്യം വന്നപ്പോഴത്തേക്ക് PV ചെയ്ത് നോക്കി. അതിനുശേഷം പിന്നീട് മെയിൻ ഡോക്ടർ വന്നതിന് ശേഷം PV ചെയ്ത് നോക്കി. അപ്പോൾ PV ചെയ്തപ്പോഴത്തേക്ക് കോൺട്രാക്ഷൻ ഉള്ള ടൈമിൽ നമുക്ക് PV ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ട് കാണും. നോർമൽ ടൈമിൽ നമുക്ക് PV ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ട് വരില്ല. കോൺട്രാക്ഷൻ ഉള്ള ടൈമിൽ നമുക്ക് PV ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ PVയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ സർവിക്സ് ഒരു 1 ഫിംഗർ ആ ഒരു സൈസിൽ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പം അതിന് മാക്സിമം 10 സെന്റിമീറ്റർ ഉണ്ടല്ലോ. അപ്പം ആ ഒരു വിസ്താരത്തിൽ ഓപ്പണായി വന്നാൽ മാത്രമേ നമുക്ക് ലേബർ നടക്കത്തുള്ളൂ. പിന്നെ ലേബറിനുള്ള എല്ലാ സിംറ്റവും ഉണ്ട്. കാര്യം കുഞ്ഞ് താഴോട്ട്, കുഞ്ഞ് ഇടുപ്പിലോട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ലേബറിന്റെ എല്ലാ സിംറ്റംസും കോൺട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ കുറേ നേരം എന്നെ ലേബർ റൂമിൽ തന്നെ കിടത്തിയിരുന്നു, ഒബ്സർവിൽ ഇട്ടിരുന്നു. പിന്നെ എനിക്ക് അന്നേരം ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ, അന്നേരം കഞ്ഞിയൊക്കെ മേടിച്ച് കുടിച്ചു. പിന്നെ ചേട്ടനെ കാണാതിരിക്കുന്നതായിരുന്നു വലിയ വിഷമം. അതിൻ്റെ അകത്ത് ഫോൺ യൂസ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പം പക്ഷേ സിസ്റ്റേഴ്സ് എല്ലാം നല്ല ഫ്രണ്ട്ലിയും കോപ്പറേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ വെളിയിൽ ചേട്ടനെ കാണിച്ചൊക്കെ തന്നെ. അപ്പോൾ ഓരോ തവണ കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സമാധാനമായിരുന്നു. ഇന്ന് ഞാൻ അവിടെ ലേബർ റൂമിൽ കിടന്നപ്പോൾ തന്നെ വേറെയും ഡെലിവറി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പൊ അതെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഞാൻ സബാഷ് ഇങ്ങനെയാണല്ലേ. അപ്പം പക്ഷെ അന്നേരം ഞാൻ പെയിൻ വന്നപ്പോഴത്തേക്ക് ഡോക്ടറിന്റെ അടുത്ത് വരെ പറഞ്ഞു നോക്കി എനിക്ക് സിസേറിയൻ മതി, സിസേറിയൻ ചെയ്തു തരുമോ. പക്ഷെ ഡോക്ടേഴ്സ് പറഞ്ഞു മോക്ക് നോർമൽ ഡെലിവറിക്കുള്ള ഇതായിട്ടിരിക്കുമ്പോൾ നമ്മൾ സിസേറിയൻ ചെയ്യേണ്ട ആവശ്യം എന്താ, അത് മാത്രമല്ല ഇപ്പൊ 36 വീക്സേ ആയിട്ടുള്ളൂ. അപ്പം മാക്സിമം ഒരു 38 വീക്ക് വരെ കൊണ്ടുപോകാൻ അവര് നോക്കും. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് കുഞ്ഞിനെ NICയിൽ വെക്കേണ്ടി വരൂല, കുഞ്ഞിന് വേറെ ഹെൽത്ത് ഇഷ്യൂസ് വരൂല. ഇതിപ്പോ നേരത്തെ കൂട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുഞ്ഞിന് എന്തെങ്കിലും ശ്വാസം മുട്ടാൻ്റെ പ്രശ്നം വരുമല്ലോ എന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. എനിക്ക് സ്റ്റെറോയിഡ് ഇട്ടിട്ടുണ്ടായിരുന്നു മുൻപ്, പക്ഷെ എന്നാൽ പോലും നമുക്ക് ആ കാര്യങ്ങളൊന്നും ഉറപ്പ് പറയാനായിട്ട് പറ്റൂല. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് വൈകിട്ടൊക്കെ ഉച്ചയ്ക്ക് ശേഷം കോൺട്രാക്ഷൻസ് കുറച്ച് കുറഞ്ഞു വന്നു. പിന്നെ വേദനയുടെ ഇതിൽ തന്നെ എനിക്ക് ഉറങ്ങാനായിട്ട് പറ്റിയിരുന്നില്ല. അപ്പൊ വേദനയുടെ ഇതിൽ തന്നെ ഞാൻ ഉറങ്ങിപ്പോയി. അപ്പൊ ഉറക്കത്തിന്റെ ഇടയ്ക്കും എനിക്ക് കോൺട്രാക്ഷൻസ് കാണിക്കുന്നുണ്ടായിരുന്നു മെഷീനിൽ. അപ്പൊ എനിക്ക് വന്ന് ചെറിയ പെയിൻ ഉണ്ടോ, അപ്പൊ ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ അത്രയ്ക്ക് ക്ഷീണമായിപ്പോയി. പിന്നെ ഏകദേശം ഒരു 4 തവണയൊക്കെ എനിക്ക് ട്രിപ്പ് ഇട്ട് കിടന്നു. പിന്നെ മരുന്നെല്ലാം ഇതുവഴിയാണ് എനിക്ക് കയറ്റിയത്. പിന്നെ UTIയുടെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ടാബ്ലറ്റ് ഈ സമയത്ത് കഴിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അത് മരുന്നായിട്ട് ഇഞ്ചക്ഷനായിട്ട് എനിക്ക് തരുവാണ് ചെയ്തത്. അപ്പോൾ ഒരു 7 മണി 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ലേബർ റൂമിൽ നിന്ന് ഇറക്കിയിട്ട് പറഞ്ഞു ഇനി റൂമില് അഡ്മിഷൻ എടുത്തല്ലോ, അപ്പൊ റൂമിലോട്ട് പോയിക്കോളാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ അടിവയറ്റിൽ മഞ്ഞ് വീഴുന്ന സുഖമായിരുന്നു. എനിക്ക് നല്ല സന്തോഷമായി, സമാധാനമായി. പിന്നെ വന്നു, ചേട്ടനെ കണ്ട് ക്യാൻറ്റീനിൽ പോയി ചേട്ടൻ ഫുഡൊക്കെ മേടിച്ചു വന്നു. അപ്പോൾ ലൈറ്റായിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് 2 ദോശ ലൈറ്റായിട്ട് മേടിച്ച് കഴിച്ചു. പിന്നെ ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷുഗർ എനിക്ക് 98, പിന്നെ 82 ആ ഒരു മെഷർമെന്റിലൊക്കെയാണ് ഷുഗർ ഇരിക്കുന്നത്. എന്നാലും ഷുഗറിന്റെ ഗുളികകൾ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഷുഗർ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഫുഡിന്റെ കാര്യത്തിൽ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ലേബർ പെയിനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് വേറെ സീനും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇനി പറ്റത്തില്ല. കാര്യം എന്തെങ്കിലും ബുദ്ധിമുട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ
വീണ്ടും പാടായിരിക്കും. കാര്യം ഓൾറെഡി ഇന്നലെ ഈ 4 ദിവസം അഡ്മിറ്റ് ആയ സമയത്ത് ബുദ്ധിമുട്ടൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു. എന്നാലും ഡോക്ടർ പറഞ്ഞിരുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരണം എന്നുള്ള കാര്യം. നമുക്ക് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് തിരക്കുകൾ കാരണമാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഡിസ്ചാർജ് ആവാനായിട്ട് നോക്കിയത്. അല്ല ഹോസ്പിറ്റലിൽ നിന്ന് ഒരിക്കലും നേരത്തെ ഡിസ്ചാർജ് അവർ പറയത്തില്ല. കാര്യം അവർ മാക്സിമം നമ്മളെ ഹെൽത്ത് നോക്കാനേ അവർ ശ്രമിക്കത്തുള്ളൂ. പിന്നെ മാക്സിമം വെള്ളം കുടിക്കാനായിട്ട് പറഞ്ഞു. കാര്യം എനിക്ക് ഈ യൂറ്റിയുടെ പ്രശ്നമോടെ ഉള്ളതുകൊണ്ട് തന്നെ ഈ സമയത്ത് ബുദ്ധിമുട്ടുകൾ കൂടും. ഇപ്പോൾ ശരീരത്തിന് ഡീഹൈഡ്രേറ്റ് ആണെങ്കിലും നമുക്ക് കോൺട്രാക്ഷൻസിന്റെ അളവ് കൂടും. പിന്നെ എനിക്ക് കോൺട്രാക്ഷൻ വരാതിരിക്കാനുള്ള ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു. അത് ഇന്നലത്തോടു കൂടി നിർത്തി. അപ്പം നിർത്തിയപ്പോഴത്തേക്ക് പിന്നെ അറിയാലോ, പിന്നെ കോൺട്രാക്ഷൻസ് വരും. അന്നേ അവർ പറഞ്ഞിരുന്നു ഇത് നിർത്തുമ്പോൾ കോൺട്രാക്ഷൻസ് സ്വാഭാവികമായിട്ട് വരും. അപ്പൊ ഇന്നലെ ഡിസ്ചാർജ് ആയിപ്പോയ അതേ റൂമിൽ തന്നെ തിരിച്ച് ഐശ്വര്യമായിട്ട് നമ്മളിങ്ങനെ കയറി. അപ്പം ഇനിയിപ്പോ എന്തായാലും ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടേ വിടത്തുള്ളൂ. പിന്നെ ഇനിയിപ്പോ എന്നാണ് ഡെലിവറി എന്നൊന്നും അറിഞ്ഞൂടാ. ഇതുവരെയും ഓക്കെ ആണ്. പിന്നെ വെള്ളം കുടിക്കുന്ന വിഷയം മാത്രമേ ഉള്ളൂ കുറച്ചിതായിട്ട്. പിന്നെ ഷുഗർ കൺട്രോൾ ചെയ്യണം, അല്ല വേറെ സീനൊന്നുമില്ല. പിന്നെ എന്തായാലും ഡെലിവറിയാണ്, പെയിൻ ഉണ്ടാവും. അപ്പൊ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കാം. സുഖപ്രസവം ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ഒരുപാട് വേദന എടുക്കല്ലേ എന്നും പ്രാർത്ഥിക്കുന്നു. പിന്നെ മൊത്തത്തിൽ ക്ഷീണിച്ചു. കാര്യം ഇന്ന് PV ഒക്കെ കോൺട്രാക്ഷൻ ഉള്ള സമയത്ത് PVയും ചെയ്ത് ഒരുപാട് തവണ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് പിന്നെ വേദനയൊക്കെ വന്നിട്ട് മൊത്തത്തിൽ അങ്ങ് ക്ഷീണിച്ചു പോയി. അതുകൊണ്ട് ഒന്നിനും ഉള്ളൊരു ആക്റ്റീവ് അല്ല ഞാൻ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ കിടന്ന് ഉറങ്ങാൻ പോവുക. നല്ല ക്ഷീണമുണ്ട്. രാവിലെ പിടച്ചടിച്ച് ഓടി വന്ന് ലേബർ റൂമിൽ എത്ര മണിക്കൂർ കാണാതെ മിസ് ചെയ്ത് രാത്രി 10 വേദന വന്ന് 2:30 മണി വരെ വേദന നിന്നപ്പോൾ ഇവിടെ വന്നിട്ട് 2:30 മണി തൊട്ട് വെളുപ്പിന് 2:30 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ കാണാതെ ഇരുന്നു. ലേബർ റൂമിൽ വേദന എടുത്തിരുന്നു, വെറുതെ ഇരുന്നു. മിസ് ചെയ്ത് എൻ്റെ അച്ഛന. സങ്കടപ്പെടേണ്ടട്ടാ. ഒരുപാട് വേദന എടുത്തിച്ച്. ഇപ്പൊ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഹോസ്പിറ്റലിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇനി ടെൻഷൻ അടിക്കണ്ട.